ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങുമായിട്ടാണ്. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് അറിയണ്ടേ, നമ്മുടെ ചക്കക്കുരുവാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 10 ചക്കക്കുരു വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്കക്കുരു നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം എന്താ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ജാറിലേക്ക് മാറ്റി 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് അരച്ചെടുക്കാം. നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ലാതെ അരഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അത് കത്തിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന കൂട്ട് പാനിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം തീ കത്തിക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഏലക്കായ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാം. ഞാനിവിടെ ഏലക്കായ ചേർക്കുന്നില്ല. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല കുറുപ്പ് തോന്നുന്നെങ്കിൽ നമുക്കൊരു 1/2 ഗ്ലാസ് പാല് കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പരുവം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരുവിധം തണുത്ത ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എന്താ നമ്മുടെ ചക്കക്കുരു പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.